ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിലെ കായിക വിദ്യാഭ്യാസത്തിൽ മോനുവിൻ്റെയും സണ്ണിയുടെയും നാടകം നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ അമ്മു എന്ന വേഴാമ്പൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് അല്ലേ? എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ കായിക വിദ്യാഭ്യാസ രണ്ടാമത്തെ യൂണിറ്റായ പ്രകടന മികവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്താണ് പ്രകടന മികവ്? കായിക വിനോദങ്ങളിൽ മികച്ച കഴിവ് തെളിയിക്കുന്നതിനെയാണ് പ്രകടന മികവ് എന്ന് പറയുന്നത്. എന്താണ് പ്രകടന മികവ്? കായിക വിനോദങ്ങളിൽ മികച്ച കഴിവ് തെളിയിക്കുന്നതിനെയാണ് പ്രകടന മികവ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഒരു കഥ കേട്ടാലോ? നമുക്കൊരു കഥയിലോട്ട് നീങ്ങാം അല്ലേ? നിരന്തരം ബഹളം വെച്ച് ക്ലാസ്സിൽ ഓടിച്ചാടി നടന്നിരുന്ന ഒരു കുട്ടിയെ അധ്യാപകർ എപ്പോഴും ശകാരിക്കുമായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾക്ക് അത് ഏറെ വിഷമമുണ്ടാക്കി. അധ്യാപകരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് അവസാനം രക്ഷിതാക്കൾ അവനെ കൗൺസിലിങ്ങിന് വിധേയനാക്കി. അവന് താൽപ്പര്യമുള്ള ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. അവന് കളികളിൽ ഏറെ താൽപ്പര്യമുണ്ടെന്ന് മാതാപിതാക്കൾക്കറിയാമായിരുന്നു. അങ്ങനെ അവർ അവനെ കളിക്കുവാനായി പറഞ്ഞയക്കാൻ തുടങ്ങി. അവൻ പല കളികളിലായി മിടുക്ക് തെളിയിച്ചു കൊണ്ടിരുന്നു. അതോടെ അവനിൽ ഒരുപാട് മാറ്റമുണ്ടായി. അവൻ്റെ കുസൃതികൾ കുറച്ച് അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുവാനും തുടങ്ങി. പല കളികളിലും മികവ് തെളിയിച്ചെങ്കിലും നീന്തലിലാണ് അവന് കൂടുതൽ കഴിവെന്ന് അവൻ്റെ കായികാധ്യാപകൻ തിരിച്ചറിഞ്ഞു. ആ കായികാധ്യാപകൻ എന്ത് ചെയ്തെന്നോ? അവനെ നീന്തലിൽ കൂടുതൽ ഉൾപ്പെടുത്തി. നീന്തലിൽ പ്രാഗൽഭ്യം കാണിച്ച ആ കുട്ടി ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ലോകമറിയപ്പെടുന്ന വലിയൊരു നീന്തൽ താരമാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഫ്ലൈയിങ് ഫിഷ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൈക്കിൾ ഫെൽപ്സ്. നീന്തൽ എന്ന കായിക ഇനത്തിൽ കൂടുതൽ മെഡലുകൾ വാരിക്കൂട്ടിയ അദ്ദേഹത്തിൻ്റെ ജീവിതം കുട്ടികളായ നിങ്ങൾക്ക് എന്നും ഒരു മാതൃകയാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? ലോക പ്രശസ്ത നീന്തൽ താരമായ മൈക്കൽ ഫെൽപ്സിന്റെ ജീവിത കഥയാണ് കേട്ടത്. ഇനിയും ഇദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. Only man to have ever won the one event individual 3 times at the Olympics does it not once but twice, and it was Beijing in a way all over again, coming from so far back. And I think there might be a tie for second. I think Leclos for second has got a silver. What a championship, an Olympic championship he's had in Korochin of Russia. But how strong Phelps was over the last 20. He was 7th at the 50-metre mark. You can just see him there. Leclos with the green cap was finishing fast as well. But Phelps's endurance, the 400 IM on the first day, I think that was a good thing that happened. What a swim, Michael Phelps. 51-21. ഏറ്റവും അധികം ഒളിമ്പിക്സ് മെഡൽ നേടിയ താരം 22 മെഡലുകൾ. ഏറ്റവും അധികം ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ താരം 18 മെഡലുകൾ. ഏറ്റവും അധികം ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ താരം 11 മെഡലുകൾ. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണ്ണ മെഡൽ നേടിയ താരം 8 മെഡലുകൾ. പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലായി 77 മെഡലുകൾ നേടി. ലോക സ്വിമ്മർ അവാർഡ് 7 പ്രാവശ്യം കരസ്ഥമാക്കി. 5 ഇനങ്ങളിൽ ലോക റെക്കോർഡ്: 100 മീറ്റർ ബട്ടർഫ്ലൈ, 200 മീറ്റർ ബട്ടർഫ്ലൈ, 400 മീറ്റർ ഇൻഡിവിജ്വൽ മെഡൽ, 200 മീറ്റർ ഇൻഡിവിജ്വൽ മെഡൽ, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ. മൈക്കൽ ഫെൽപ്സിന്റെ ജീവിത കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വഴി പല മാനസിക പ്രശ്നങ്ങൾ പരിഹാരം കാണാമെന്ന് മൈക്കൽ ഫെൽപ്സിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായല്ലോ. എന്നാൽ കായിക വിനോദങ്ങൾ ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ സ്വാധീനിക്കുന്നു. മാനസിക ഭാവങ്ങളെ വികസിപ്പിക്കുന്നതിന്
കായിക വിനോദങ്ങൾക്കും അതായത് വിവിധ കളികൾക്കും വലിയ പങ്കുണ്ട്. ഉദാഹരണം പ്രഷർ ഫുട്ബോൾ, ടൈം ട്രയൽ ഗെയിം. ഒന്നുകൂടെ പറയട്ടെ, കായിക വിനോദങ്ങൾ ഏർപ്പെടുന്നത് വഴി പലവിധ മാനസിക ഭാവങ്ങളെ വികസിപ്പിക്കുവാൻ ഉതകുന്ന കളികളുണ്ട്. ഉദാഹരണം പ്രഷർ ഫുട്ബോൾ, ടൈം ട്രയൽ ഗെയിം. ഇതുപോലുള്ള കളികൾ പങ്കെടുക്കുന്നത് വഴി മാനസിക ഉല്ലാസവും സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും നമുക്ക് നൽകുന്നു. കായികക്ഷമതയെ അതായത് ഫിസിക്കൽ ഫിറ്റ്നസിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത, രണ്ട് പ്രകടന സംബന്ധമായ കായികക്ഷമത. എന്താ? ഒന്ന് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത, രണ്ട് പ്രകടന സംബന്ധമായ കായികക്ഷമത. ആരോഗ്യ സംബന്ധമായ കായികക്ഷമതയെ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ വിവിധ കായിക വിനോദങ്ങളിൽ മികച്ച പ്രകടനം നടത്തുവാൻ ആവശ്യമായ കായികക്ഷമതയെ പറയുന്ന പേരാണ് പ്രകടന സംബന്ധിയായ കായികക്ഷമത. എന്താ? വിവിധ കായിക ഇനങ്ങളിൽ മികച്ച പ്രകടനം നടത്തുവാൻ ആവശ്യമായ കായികക്ഷമതയെ പ്രകടന സംബന്ധിയായ കായികക്ഷമത എന്ന് പറയുന്നത്. കായികക്ഷമതയുടെ വിവിധ ഘടകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. പേശീശക്തി. ആനയ്ക്ക് വലിയ മരങ്ങൾ അനായാസം ഉയർത്താൻ സാധിക്കുന്നു. പേശീബലമാണ് ഇത് സാധിപ്പിക്കുന്നത്. പേശീക്ഷമത. ഉറുമ്പ് എപ്പോഴും ഏതെങ്കിലും പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. നല്ല പേശീക്ഷമതയാണ് ഇതിന് കാരണം. ബാലൻസ്. പൂച്ച എങ്ങനെ വീണാലും 4 കാലിൽ നിൽക്കും. നല്ല ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഹൃദയശ്വസനക്ഷമത. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ചീറ്റപ്പുലിക്ക് പലപ്പോഴും മാനിനെ പിടികൂടാൻ സാധിക്കില്ല. കുറച്ചു ദൂരം ഓടാനേ കഴിയൂ. ഹൃദയശ്വസനക്ഷമത കുറവായതുകൊണ്ടാണിത്. അയവ്. സർക്കസിൽ വില്ലുപോലെ വളയുന്ന പെൺകുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ശരീരത്തിന് നല്ല അയവുള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഏകോപനം. നർത്തകിയുടെ ചുവടുകളും ചലനങ്ങളും നമുക്ക് സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? നർത്തകിക്ക് നല്ല ഏകോപനമുള്ളതുകൊണ്ട് ഏത് സങ്കീർണമായ ചലനവും സാധ്യമാകുന്നു. ശരീരഘടന. സുമോ ഗുസ്തിക്കാരൻ്റെയും ഉസൈൻ ബോൾട്ടിൻ്റെയും ശരീരം താരതമ്യം ചെയ്യൂ. ചുറുചുറുക്ക്. മുയലിനെ തുറന്നു വിട്ട് ഓടിച്ചു പിടിക്കാൻ ശ്രമിച്ചു നോക്കൂ. കഴിയില്ല. കാരണം മുയലിന് നല്ല ചുറുചുറുക്കുണ്ട്. പ്രതികരണ സമയം. കീരി പാമ്പിനെ കീഴ്പ്പെടുത്തുന്നത് എന്തുകൊണ്ടാ? കാരണം തേടൂ. കീരിക്ക് പാമ്പിനേക്കാൾ മികച്ച പ്രതികരണ ശേഷിയുണ്ട്. പവർ. സർവശക്തിയും എടുത്ത് തള്ളിയാൽ തുറക്കാത്ത കതക് ചവിട്ടിയാൽ തുറക്കുന്നത് എന്തുകൊണ്ടാണ്? ചവിട്ടുമ്പോൾ നാം പവറാണ് ഉപയോഗിക്കുന്നത്. വേഗം. ചീറ്റപ്പുലിയെ സിംഹത്തിന് പിടികൂടാൻ മിക്കപ്പോഴും സാധിക്കാറില്ല. കാരണം തേടൂ. ഇനി നമുക്കൊരു പട്ടിക പൂർത്തീകരിച്ചാലോ. ഇതിൽ ആരോഗ്യ സംബന്ധമായ കായികക്ഷമതയും പ്രകടന സംബന്ധിയായ കായികക്ഷമതയും കൊടുത്തിട്ടുണ്ട്. വിട്ടുപോയ കോളങ്ങൾ കണ്ടെത്തി പൂർത്തീകരിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താ? വിട്ടുപോയ കോളങ്ങൾ പൂർത്തീകരിക്കുക. ഇനി അത്ലറ്റിക്സിലെ വ്യത്യസ്ത ഇനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാമല്ലോ. അതിൽ ഓരോ കായിക ഇനത്തിൻ്റെയും പേരും അത് ഏത് കായിക ക്ഷമതയിൽപ്പെടുന്നു എന്നും കുറിച്ചു വെക്കാമല്ലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം എന്താ? കായികക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ആൽബം തയ്യാറാക്കൽ. കായികക്ഷമതയെ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന വ്യായാമമാണ് യോഗ. നമുക്ക് ചില യോഗയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടാലോ. മകരാസനം.
മകരാസനം. തറയിൽ നിവർന്ന് കമിഴ്ന്ന് കിടക്കുക. ഇരു കൈകളും മുകളിലേക്കുയർത്തി കോർത്തു മടക്കി തല കൈകളിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ വയ്ക്കുക. കാലുകൾ വശങ്ങളിലേക്ക് അനുയോജ്യമായ രീതിയിൽ അകത്തി വയ്ക്കുക. വീണ്ടും കാലുകൾ അടുപ്പിച്ച് ഇരു കൈകളും ശരീരത്തോട് ചേർത്ത് വെച്ച് പൂർവ്വസ്ഥിതിയിലെത്തുക. പശ്ചിമോത്ഥാനാസനം. പശ്ചിമോത്ഥാനാസനം. കാലുകൾ നിവർത്തി ശരീരം നിവർന്ന് നിലത്തിരിക്കുക. ഇരു കൈകളും സാവധാനം മുകളിലേക്കുയർത്തുക. കൈകൾ നിവർത്തി മുന്നോട്ടാഞ്ഞ് ഇരു കാലിൻ്റെയും പെരുവിരലിൽ പിടിക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നെറ്റിത്തടം കാൽമുട്ടിൽ തൊടുന്ന രീതിയിൽ കൊണ്ടുവരിക. ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് വളരെ സാവധാനം തല ഉയർത്തി പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഭുജംഗാസനം. ഭുജംഗാസനം. നിലത്ത് കമിഴ്ന്ന് കിടക്കുക. ഇരു കൈകളും മുന്നോട്ടെടുത്ത ശേഷം നെഞ്ചിന് സമാന്തരമായി ഷോൾഡർ അകലത്തിൽ വെച്ച് അരക്കെട്ടിന് മുകൾ ഭാഗം സാവധാനം ഉയർത്തി തല പിറകിലേക്ക് കാഞ്ഞു നിൽക്കുക. അതേ അവസ്ഥയിൽ തുടർന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ?
തന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണേ. നന്ദി, നമസ്കാരം.